അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്ന് തുടങ്ങാൻ നമുക്ക്. കാരണം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3-4 ദിവസങ്ങൾക്ക് ശേഷവും എന്തുകൊണ്ട് ഈ പോളിംഗ് ശതമാനത്തിന്റെ കൃത്യമായ കണക്ക് വരുന്നില്ല എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ നിലനിൽക്കുകയായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ വി ശിവൻകുട്ടിയും ഒക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ഒക്കെ ചോദിച്ചു, കത്തൊക്കെ അയച്ചു. ഒടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ച് ഒരു വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ആദ്യം അതിലേക്ക് തന്നെ പോകുന്നു. മലയാള മഹായുദ്ധം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അന്തിമ വോട്ടിംഗ് 79.63%. സർവീസ് വോട്ട് കൂടി ചേർത്താൽ മാത്രമേ പൂർണ്ണമായ ചിത്രം തെളിയൂ. എല്ലാ വിവരങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് ഏറ്റവും സുതാര്യമായ നടപടിയാണ്. അന്തിമ കണക്കിൽ ആശയക്കുഴപ്പം വേണ്ടെന്നും പോളിംഗ് ശതമാന കണക്ക് വൈകിയില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഏകദേശം 79.63% is the provisional percentage of voting in Kerala, including 17C വരെ presiding officers, returning officers എല്ലാം കൊളേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഡേറ്റ, പിന്നെ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ളത് 79.63%. ഇന്ന് സർവീസ് വോട്ടേഴ്സ് 53,984 ഉണ്ട്. അവർ എത്ര പേർ അത് വോട്ട് ചെയ്യുന്നോ അത് നമുക്ക് അവസാനത്ത് കൗണ്ടിങ് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. 17C വരെ presiding officers, returning officers എല്ലാം കൊളേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഡേറ്റ, പിന്നെ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ളത്. സോ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സമയബന്ധിതമായിട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതിലെ ഡിലേ എവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. യെസ്, ഹാൻസ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. ഹാൻസ്, ഗുഡ് ഈവനിങ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ സാധാരണ തിരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അന്ന് നമുക്ക് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരൊക്കെ കൊടുക്കുന്ന ഒരു കണക്ക് വരും. പിറ്റേ ദിവസം വിവരങ്ങളൊക്കെയും ക്രോഡീകരിച്ച് പോസ്റ്റൽ ബാലറ്റും സർവീസ് വോട്ടും ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി ഒരു ഉച്ചയോടുകൂടി ഒരു കംപ്ലീറ്റ് കണക്ക്, എന്താണ് സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിന്റെ ഒരു പൊതു ചിത്രം പുറത്തുവിടും. അതായത് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന ഒരു രീതി, ആ രീതി ഇത്തവണ ഉണ്ടായില്ല. കുറച്ച് ദിവസങ്ങൾ വൈകി. അങ്ങനെയാണ് ഈ ചർച്ചകൾ തുടങ്ങുന്നത് പോലും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ഏറെക്കുറെ ഈ ആശങ്കകൾക്കൊക്കെ പരിഹാരമാകുന്നു എന്ന് തോന്നുന്നു, അല്ലേ ഹാൻസ്? തീർച്ചയായും സേതു, ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് പരിഹരിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി 4 ദിവസത്തിന് ശേഷവും ഇതുവരെയും കണക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്മീഷൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കമ്മീഷൻ്റെ കൈവശം ഈ കണക്കുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. അതിനുള്ള മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം 79.63% നിലവിൽ. 80% കടന്നില്ല. 80-ന് മുകളിലേക്കൊക്കെ കടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും 80% മുകളിലേക്ക് കടന്നിട്ടില്ല. ആകെ മൊത്തം വോട്ടർമാർ ഉണ്ടായിരുന്നത്, ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം സംസ്ഥാനത്തെ വോട്ടർമാർ 2.71 കോടിയായിരുന്നു. അതിൽ നിന്ന് 2.12 കോടി അഥവാ 2,12,43,942 പേരാണ് ആകെ വോട്ടർമാർ അല്ലെങ്കിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 99 ലക്ഷം പേർ പുരുഷന്മാരാണ്. 1,13,00,000 സ്ത്രീകൾ വോട്ട് ചെയ്തു. ഈ കണക്ക് നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. കാരണം 80% സ്ത്രീകൾ, SIR-ന് ശേഷമുള്ള വോട്ടർ പട്ടികയിൽ നിന്നും 80% സ്ത്രീകൾ വോട്ട് ചെയ്തു എന്നുള്ള കണക്ക് നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ്. അതിനോടൊപ്പം തന്നെ 153 ട്രാൻസ്ജെൻഡർമാരും വോട്ട് ചെയ്തു. അതിനുശേഷം ഈ പോസ്റ്റൽ വോട്ടുകളുണ്ട്, ഒപ്പം തന്നെ ഹോം വോട്ടുകളുണ്ട്, ഭിന്നശേഷിക്കാരുടെ വോട്ടുകളുണ്ട്. ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള അന്തിമ കണക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു മാറ്റമുണ്ടാകും, വളരെ ചെറിയൊരു മാറ്റമാണ്. കാരണം അതിൽ സർവീസ് വോട്ടുകളുണ്ട്. ഈ 53,984 സർവീസ് വോട്ടുകളുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും തന്നെ വോട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. സാധാരണഗതിയിൽ ഒരു 10,000-ന് താഴെ സർവീസ് വോട്ടുകളൊക്കെയാണ് ഇങ്ങനെ പോളിംഗ് ചെയ്യാറുള്ളത്, അത് വോട്ട് ചെയ്യാറുള്ളത്. ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധീകരിക്കുന്ന ദിവസം വരെ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം മെയ് 4-ന് 2 ദിവസത്തിന് ശേഷം അന്തിമ കണക്ക് പുറത്തുവിടും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പോലും 80% മുകളിലേക്ക് സംസ്ഥാനത്തെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം കടക്കുമോ എന്നുള്ള കാര്യം അവ്യക്തമാണ്. എന്തായാലും നിലവിൽ ഈ മണ്ഡലാടിസ്ഥാനത്തിൽ അടക്കമുള്ള കണക്കുകൾ കമ്മീഷൻ നിലവിലുണ്ടായിരുന്ന ആശങ്കകളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം 79.63% അന്തിമ വോട്ടിംഗ് പെർസെൻറ്റേജ് ആയി
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് സംസ്ഥാനത്തേത്. പിന്നെ ഇപ്പം 50,000 സർവീസ് വോട്ടുകൾ കൂടി ഇതിൻ്റെ കൂടെ വരും. ഈ സർവീസ് വോട്ട് എല്ലാവരും രേഖപ്പെടുത്തുന്നുള്ള കാര്യം അറിയില്ല. ഇൻ കേസ് ആ 50,000 പേരും വോട്ട് ചെയ്തുവെങ്കിൽ ഈ 79.63 എന്ന് പറഞ്ഞാൽ 80-81 എത്തുകയാണെങ്കിലും ഒരു കിടിലം പോളിംഗ് നടന്നു എന്ന കാര്യം ഇപ്പോൾ തന്നെ 87 മുമ്പ് ശേഷമുള്ള ഒരു റെക്കോർഡിലേക്ക് വന്നിട്ടുണ്ട്. അതല്ല, ഈ 50,000 പേരും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ 79.63 ഒരു 80-81 എത്താനുള്ള സാധ്യതയുണ്ട്.